ഹലോ എവരിവൺ, വെൽക്കം ടു ഇൻസൈഡ് റിസർച്ച് അനലിറ്റിക്സ് വീക്ക്ലി മാർക്കറ്റ് റിപ്പോർട്ട്. ഈ ഒരാഴ്ചയിലെ മാർക്കറ്റ് റിപ്പോർട്ട് പ്രകാരം 2025 ഡിസംബർ 15 മുതൽ 19 വരെയുള്ള സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരാഴ്ച ഇന്ത്യൻ ഓഹരി വിപണി ചെറിയ നഷ്ടങ്ങളോടെയാണ് ക്ലോസ് ചെയ്തത്. ഹെവി വെയിറ്റ് ഓഹരികളിൽ തുടർന്ന് വന്ന വിറ്റൊഴുക്കാണ് സെൻസസിനും നിഫ്റ്റിക്കും സമ്മർദ്ദം സൃഷ്ടിച്ചത്. അതേസമയം മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഓഹരികളിൽ സ്ഥിരമായ വാങ്ങൽ താല്പര്യം തുടരുന്നത് വിപണിക്കൊരു അടിസ്ഥാനം നൽകിയിട്ടുമുണ്ട്. ആഗോള വിപണികളിൽ നിന്നുള്ള മിക്സ്ഡ് സൂചനകളും സെൻട്രൽ ബാങ്കുകളുടെ നയനിലപാടുകളെ കുറിച്ചുള്ള അനിശ്ചിതത്വം നിക്ഷേപകരെ ജാഗ്രതയിലാക്കി. എന്നിരുന്നാലും ആഭ്യന്തര തലത്തിൽ ഹോൾസെയിൽ ഇൻഫ്ലേഷൻ കുറയുന്നതും ട്രേഡ് ഡെഫിസിറ്റ് വലിയ തോതിൽ ചുരുങ്ങിയതും വിപണി മനോഭാവത്തിന് പിന്തുണയായിട്ടുണ്ട്. ആഴ്ചയുടെ തുടക്കത്തിൽ പ്രോഫിറ്റ് ബുക്കിംഗ് മൂലം വോളറ്റൈലിറ്റി കൂടുതലായിരുന്നുവെങ്കിലും വെള്ളിയാഴ്ച ഉണ്ടായ ശക്തമായ റീബൗണ്ട് ആഴ്ചയിലെ മൊത്തം നഷ്ടം നിയന്ത്രിക്കാൻ സഹായിച്ചു. ആഴ്ചയുടെ അവസാനം സെൻസസ് 338 പോയിന്റ് നഷ്ടത്തിലും നിഫ്റ്റി 80 പോയിന്റ് നഷ്ടത്തിലും ക്ലോസ് ചെയ്തു. എന്നാൽ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇൻഡെക്സുകൾ 1%-ലധികം നേട്ടം കൈവരിച്ചിട്ടുമുണ്ട്. ദിവസേനയുള്ള വിപണി ചലനങ്ങൾ പരിശോധിക്കുമ്പോൾ ആഴ്ചയുടെ ഭൂരിഭാഗവും വിപണി സമ്മർദ്ദത്തിലായിരുന്നുവെന്ന് വ്യക്തമാണ്. തിങ്കളാഴ്ച സെൻസസും നിഫ്റ്റിയും ചെറിയ നഷ്ടത്തിൽ ക്ലോസ് ചെയ്തതോടെ കോഷ്യസ് മോഡായിരുന്നു മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. ചൊവ്വാഴ്ച വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയത്. സെൻസസ് 533 പോയിന്റും നിഫ്റ്റി 167 പോയിന്റും താഴേക്ക് പോയി. ഹെവി വെയിറ്റിംഗ് ഓഹരിയിലെ സെല്ലിംഗ് ആണ് ഇതിന് കാരണം. ബുധനും വ്യാഴവും വിപണി ചെറിയ നഷ്ടങ്ങളോടെയാണ് മുന്നേറിയത്. നിക്ഷേപകർ പുതിയ പൊസിഷനുകൾ എടുക്കാതെ സൈഡ് ലൈൻസ് നിന്ന് കാത്തുനിന്നു. എന്നാൽ വെള്ളിയാഴ്ച ചിത്രം പൂർണ്ണമായി മാറി. ശക്തമായ ബൈയിങ് താല്പര്യം തിരിച്ചെത്തിയതോടെ സെൻസസ് 447 പോയിന്റും നിഫ്റ്റി 142 പോയിന്റും ഉയർന്നു. ആഴ്ചയിലെ പ്രധാന പോസിറ്റീവ് വാർത്തയായി ഇന്ത്യ ഒമാൻ കരാർ വിലയിരുത്തപ്പെടുന്നു. ഈ കരാർ 2026 ആദ്യ ക്വാർട്ടറിൽ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇന്ത്യയുടെ 98% എക്സ്പോർട്ട് ലൈൻസിൽ നിന്നും ഒമാന്റെ 77% ഇമ്പോർട്ട് ലൈൻസും താരിഫ് ഒഴിവാക്കപ്പെടും. ഇതോടെ ഇരു രാജ്യങ്ങളുടെയും വ്യാപാര ബന്ധം ശക്തിപ്പെടുകയും നിലവിലെ $10.8 ബില്യൺ ട്രേഡ് വോളിയം കൂടുതൽ ഉയരുകയും ചെയ്യും. കൂടാതെ ഇന്ത്യക്ക് ഒമാനിലെ പ്രധാന സർവീസ് മേഖലയിൽ 100% FDI അനുമതി ലഭിക്കുന്നതും സ്കിൽഡ് പ്രൊഫഷണൽസിനായിട്ടുള്ള വിസ നോംസ് ഇളവ് ലഭിക്കുന്നതും വലിയ നേട്ടങ്ങളാണ്. ആഭ്യന്തര തലത്തിൽ ഇന്ത്യയുടെ ട്രേഡ് ഡെഫിസിറ്റ് $24.5 ബില്യൺ ഒരു 5 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയത് വിപണിക്ക് ആശ്വാസമായി. എക്സ്പോർട്സ് ഉയർന്നതും ഗോൾഡ് ഓയിൽ ഇമ്പോർട്ട്സ് കുറഞ്ഞതുമാണ് ഇതിന് പ്രധാന കാരണമായി മാറിയത്. ഹോൾസെയിൽ ഇൻഫ്ലേഷൻ ഇപ്പോഴും നെഗറ്റീവ് ആയിരിക്കുക വഴി കോസ്റ്റ് പ്രഷേഴ്സ് കുറഞ്ഞ നിലയിലാണ് എന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. PMI ഡേറ്റ ഇന്ത്യൻ സാമ്പത്തിക വളർച്ചയിൽ ചെറിയ സ്ലോനെസ്സിനെ സൂചിപ്പിക്കുന്നതാണ്. HSBC ഫ്ലാഷ് ഇന്ത്യ കോമ്പോസിറ്റ് PMI 58.9 ആയി താഴ്ന്നത് ഫെബ്രുവരിക്ക് ശേഷം ഏറ്റവും കുറഞ്ഞ വളർച്ച വേഗമാണ് സൂചിപ്പിക്കുന്നത്. മാനുഫാക്ചറിംഗ് PMI 55.7 ആയി താഴ്ന്നതോടെ കഴിഞ്ഞ 2 വർഷത്തിനിടയിലെ ഏറ്റവും സ്ലോ ആയ എക്സ്പാൻഷനാണ് രേഖപ്പെടുത്തിയത്. എങ്കിലും 50-ന് മുകളിലായതിനാൽ സെക്ടർ ഇപ്പോഴും വളർച്ചാ പാതയിൽ എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സർവീസ് PMI 59.19 നേരിയ മോഡറേഷൻ കണ്ടുവെങ്കിലും ഡിമാൻഡ് ശക്തമാണെന്നതിന്റെ സൂചന നൽകുന്നുണ്ട്. ഈ ഡേറ്റകൾ ചേർന്ന് നോക്കുമ്പോൾ ഇന്ത്യൻ സാമ്പത്തിക വളർച്ച തുടരുന്നുവെങ്കിലും അതിന്റെ വേഗം കുറച്ച് സോഫ്റ്റനിങ് ഘട്ടത്തിലേക്ക് കടക്കുന്നതായി ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് RBIയുടെ ഫ്യൂച്ചർ പോളിസി ഡിസിഷനിൽ നിർണായകമായേക്കും. ഗ്ലോബൽ വിപണികളിൽ നിന്നും മിക്സ്ഡ് ചിത്രമാണ് നമുക്ക് ലഭിക്കുന്നത്. യൂറോപ്പിൽ UKയിൽ ഇൻഫ്ലേഷൻ 3.2% ആയി താഴ്ന്നതോടെ റേറ്റ് കട്ട് പ്രതീക്ഷകൾ ശക്തമായിട്ടുണ്ട്. അതേസമയം ECB, നോർവേ, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങളിൽ പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തി. എന്നാൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് 25 BPS റേറ്റ് കട്ട് നടത്തിയിട്ടുണ്ട്. ഏഷ്യയിൽ ജപ്പാൻ 0.75 വരെ പലിശ നിരക്ക് ഉയർത്തി. 30 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലുള്ള കണക്കാണിത്. ഇത് ബാങ്കിംഗ് മേഖലയ്ക്ക് പിന്തുണ നൽകിയിട്ടുണ്ട്. ചൈനയിൽ റീറ്റെയിൽ സെയിൽസ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്നിവയിൽ വളർച്ച തുടരുന്നുവെങ്കിലും വേഗം കുറയുന്നതിന്റെ സൂചനയാണിത്. US-ൽ ഇൻഫ്ലേഷൻ 2.7 ആയി താഴ്ന്നത് വിപണിക്ക് ആശ്വാസമായി. എന്നാൽ അൺഎംപ്ലോയ്മെന്റ് 4.6 ആയി ഉയർന്നത് ലേബർ മാർക്കറ്റിൽ സോഫ്റ്റനിങ് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഈ എല്ലാ ആഗോള ഘടകങ്ങളും ചേർന്നാണ് അടുത്ത ആഴ്ചയിലെ ഇന്ത്യൻ വിപണിയുടെ ദിശ നിർണ്ണയിക്കപ്പെടുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് തേഴ്സ്ഡേ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും നല്ലൊരു അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് നേരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.